വിശദമായി നോക്കാം. കൊല്ലം സ്വദേശിയായ അതുല്യയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി. കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിച്ചു. എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞു. മരണം കൊലപാതകമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് സതീഷിന് തിരിച്ചടിയായത് എന്താണ്? അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെതിരെ വിമർശനം ഉയരാൻ കാരണം എന്താണ്? ജൂലൈ 19 ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ ദുരൂഹത അന്നേ കുടുംബം ആരോപിക്കുകയും ചവറ തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകുകയും കൊലപാതക കുറ്റം ചുമത്തിയായിരുന്നു ഭർത്താവ് സതീഷിനെതിരെ ആ സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന കാര്യം. ഇതിന് ആസ്പദമായ കാര്യമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ചെയ്തത്. അതിനുശേഷം മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തുകയും ആ സമയത്ത് ആ മൊഴിയെടുക്കാൻ മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നത്. ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ, അതായത് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുകയും ഈ സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചുമത്തിയിരുന്ന ചില വകുപ്പുകൾ, ഈ കൊലപാതകം കുറ്റം ചുമത്തിയിരുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് കോടതി പറയുകയും ഈ എഫ്ഐആറിൽ ചേർത്തിരുന്ന ഈ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിലുള്ള ഒരു നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യം റദ്ദാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാര്യം ഈ അതുല്യയുടെ ഫോണിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് അത് പരിശോധനയ്ക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ, അതായത് മരണവുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സതീഷ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഉപദ്രവമൊക്കെ തന്നെ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഈ വാദം, അതായത് ക്രൈംബ്രാഞ്ചിന്റെ വാദം കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. ഇനി പ്രതിക്ക് ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇപ്പോൾ പ്രതി എന്തായാലും ക്രൈംബ്രാഞ്ചിൽ ചോദ്യം ചെയ്യലിനും മറ്റ് നടപടിക്രമങ്ങൾക്കുമായി ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രധാനമായി ആത്മഹത്യാ പ്രേരണ വകുപ്പ് ചുമത്താത്തതാണല്ലോ പ്രോസിക്യൂഷന് നേരെ വിമർശനം ഉയരാൻ കാരണമായത്. ലിജോ, എന്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ വകുപ്പ് ചുമത്തിയില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം? ഈ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു ഈ മുൻകൂർ ജാമ്യം സംബന്ധിച്ച ഈ വാദങ്ങൾ നടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ലോക്കൽ പോലീസ് ആയിരുന്നു അത്തരത്തിൽ ഈ കൊലപാതക കുറ്റം ചാർജ് ചെയ്തിരുന്നത്. ആ കൊലപാതക കുറ്റം ചുമത്തിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം രണ്ടും കൂടി ഒരുമിച്ച് നിന്ന് പോകില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ ചുമത്താതിരുന്നത്. ഇപ്പോൾ എന്തായാലും കൊലപാതക വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ള കാര്യം കോടതി കൃത്യമായി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് മാറ്റി ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് പുതിയ റിപ്പോർട്ടും ഒക്കെ സമർപ്പിക്കുന്ന സമയത്ത് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ, എന്തായാലും ഈ മുൻകൂർ ജാമ്യം അത് റദ്ദ് ചെയ്തതോടുകൂടി ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടുണ്ടല്ലോ സതീഷിനെ ചോദ്യം ചെയ്തു വരികയാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ? ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കി തുടർന്ന് നടപടികൾ ഒക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തായാലും വന്നിരിക്കുന്നത്. ഇനി വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. കാര്യം ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ്. സതീഷ് ഈ ഭാര്യയുമായി തർക്കമുണ്ടായെന്നും ഭാര്യയുമായി ചെറിയ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ള കാര്യമെല്ലാം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെറും നിസ്സാരമാണ്. അത് അന്വേഷണ സംഘം തിരിച്ചു ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടിയൊന്നും സതീഷ് നൽകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ അത് കൗണ്ടർ ചോദ്യം ചെയ്തതിന് മറ്റുമൊന്നും കൃത്യമായി കഴിയാതെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നിന്നത്. ഏകദേശം ജൂലൈ 19, അതിനുശേഷം ഒരു മാസത്തോടടുത്ത സമയത്ത് നാട്ടിലേക്ക് വരുന്നു. വലിയ നീണ്ടുനിന്ന്, അതായത് പലതവണ ഈ കേസ് ഇങ്ങനെ വാദം കേട്ട് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് വാദം കേൾക്കുകയും അത് തീർപ്പാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ചോദ്യം ചെയ്യാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്യും. ഷാർജയിൽ അതുല്യയുടെ മരണത്തിലാണ് ഇപ്പോൾ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം കോടതി റദ്ദു ചെയ്തത്. വിശദാംശങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.